ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ റേ ഓഫ് ടിക്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർദ്ദേശിച്ച ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് എ സ്ഫെറിക്കൽ മിററാണ്. അതിൽ ഒന്നാമത്തെ ടേം നമ്മൾ പറഞ്ഞ പോൾ എന്ന് പറഞ്ഞാണ്. പോൾ എന്ന് പറയുന്നത് ആ ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ ഒത്ത മധ്യഭാഗം, ജോമെട്രിക് സെൻറ്റർ എന്ന് വിളിക്കുന്നവരാണ് പോൾ. സെക്കൻഡ് ടേം റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന് ദീസ് മിറേഴ്സ് ആർ കാൾഡ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു, ബിക്കോസ് ദീസ് ആർ ദ പാർട്ട് ഓഫ് എ സ്പിയർ. ആ സ്പിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്നവരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സി ആണ് എൻ്റെ സിമ്പിൾ. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് കാൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർദ്ദേശിച്ച. നെക്സ്റ്റ് ടേം പ്രിൻസിപ്പാൾ ഫോക്കസ്. ബി എന്നുള്ളത് പ്രിൻസിപ്പാൾ ഫോക്കസ്. അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ സെൻറ്റർ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് സെൻറ്റർ ഓഫ് കർവേച്ചർ കാണിക്കാം. എ ബീം ഓഫ് പാരലൽ ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എ ബീം എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് റേസ്, റേസിൻ്റെ കൂട്ടങ്ങളെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. A beam of parallel rays parallel to the principal axis, parallel to the principal axis. ഇവിടെ നമുക്ക് കാണിക്കാം parallel to the principal axis. After reflection found to point focus at one point on the principal axis. In the case of concave mirror, and appears to diverge from a point on the principal axis. In the case of cone, ഇത് നമുക്ക് ഡോട്ടഡ് ആയിട്ട് കാണിക്കാവുള്ളൂ, ഇത് റിയൽ ആയിട്ട് ബോർഡായിട്ട് കാണിക്കണം. Appears to diverge away from a point on the principal axis. In the case of convex mirror, this point is called principal focus. A parallel beam of light parallel to the principal axis after reflection converges to a point on the principal axis. In the case of concave mirror, and appears to diverge away from a point on the principal axis. In the case of convex mirror, this point is called principal focus. Then last term E, focal length. The symbol small letter f ആണ്. The distance between principal focus and pole is called focal length. The distance between principal focus and pole is called focal length. Symbol small letter f ആണ്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ടേംസ്. അതായത് പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോയിട്ട് നെക്സ്റ്റ് വി ഹാവ് ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ radius of curvature and focal length.
നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കോൺകേവ് മിററാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. കോൺകേവ് മിററാകുമ്പോൾ അകത്താണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. നമുക്ക് പി കാണിക്കണം, ഈ പ്രിൻസിപ്പാൾ ആക്സിസ് കാണിക്കണം, സി കാണിക്കണം. ഇനി ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് നമുക്ക് പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ്. നിങ്ങൾക്കറിയാം ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവെർജസ് ടു എ പോയിന്റ് അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദി ഫോക്കൽ പോയിന്റ്. അപ്പോൾ ഈ റേ ഇവിടെ നമുക്ക് എഫ് എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു നോർമൽ വരയ്ക്കണം. നോർമൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം സെൻട്രോ കർവേച്ചറിൽ നിന്ന് നിങ്ങൾ വരയ്ക്കുന്ന ലൈനിലാണ് നമ്മൾ നോർമൽ എന്നുള്ളത്. ഇത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ നോർമൽ. ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നിങ്ങൾക്കറിയാം ഇൻ ദ കേസ് ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ റേ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കടന്നു. ഇത് നമുക്ക് എത്ര തന്നെ എടുക്കാം, ഇതും ഐ തന്നെ എടുക്കാം. കാരണം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഏതിന് ഈക്വലാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വലാണ്. ഇനി ഈ ആംഗിൾ ഐ തന്നെ, ഈ ആംഗിൾ 2i. ഈ പോയിന്റ് നമുക്ക് എ എന്ന് എടുക്കാം. നമ്മൾ ഇതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് ജോമെട്രി സൈസാണ്. സൈസ് ചെറുതാണ് എന്ന് നമ്മൾ അസംഷൻ നടത്തുന്നു. അപ്പോൾ അസംഷൻ നടത്തി കഴിഞ്ഞാൽ ഈ കോഡ് CHORD കോഡും ആർക്കും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. മീൻസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. നമുക്ക് ഐ ഈസ് ഈക്വൽ ടു വളരെ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ ഐ ഈസ് ഈക്വൽ ടു സൈൻ ഐ ആണ്, ടാൻ ഐ ഈസ് ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ നമുക്ക് സൈൻ ഐ ആണ് എടുക്കുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് PA ആണ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് PC. ഇനി 2i ഈസ് ഈക്വൽ ടു PA divided by PM. 2i is equal to PA divided by PF. I is equal to PA divided by PC. അപ്പോൾ നമുക്ക് I is equal to PA divided by 2PF എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തേക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഒന്നും രണ്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഐ ആണ്, അത് ഈക്വൽ ആണ്. അപ്പോൾ റൈറ്റ് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം PA by PC ഈക്വൽ ടു PA divided by 2PM. അപ്പോൾ ന്യൂമറേറ്റർ രണ്ടിൻ്റെയും ഈക്വലാണ് PA PA. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഡിനോമിനേറ്ററും ഈക്വൽ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടും. PC is equal to 2PM. ഈ PCനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ F എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, R is equal to 2F എന്നുള്ള റിലേഷൻ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളത് ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് എന്ന റിലേഷനിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ദിസ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് എനി മിറർ. മീൻസ് കോൺകേവ് മിറർ ആകാം, കോൺവെക്സ് മിറർ ആകാം. നമുക്ക് ഈസിനെസ് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺകേവ് മിറർ എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫോർമേഷൻ ഓഫ് ഇമേജ് എങ്ങനെയൊക്കെ നോക്കാം.
അതിൽ ആദ്യം നമുക്ക് കോൺകേവ് മിറർ തന്നെ എടുക്കാം. കോൺകേവ് മിറർ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പോയേക്കാം. ആദ്യത്തെ കേസിൽ ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് സ്പെരിക്കൽ മിറർ ഇങ്ങനെ വരക്കാം. പ്രിൻസിപ്പൽ ആക്സിസ് കാണിക്കണം. ഇനി ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ആംഗ്ലോ ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗ്ലോ റിഫ്ലക്ഷൻ വെച്ച് ഒബേ ചെയ്ത് പോകും. അപ്പോൾ ഇത് റേസ് എല്ലാം വന്ന് ഏതൊരു പോയിന്റ് വന്ന് ഫോക്കസ് ചെയ്ത് അവിടെ ഇമേജ് ഉണ്ടാവും. ആ ഇമേജിൻ്റെ സൈസ് നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. എവിടെയായിരിക്കും ഫോം ചെയ്യുന്ന ഫോംഡ് അറ്റ് എഫ്. അപ്പം നമുക്ക് ഒന്നാമത്തെ എഴുതാം ഫോംഡ് അറ്റ് എഫ്. രണ്ടാമത്തത് റിയലാണ്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, റിയലാണ്. മൂന്നാമത്തത് ഇൻവെർട്ടഡ് ആണ്, നാലാമത്തത് ഫോംഡ് അറ്റ് എഫ്, റിയൽ, ഇൻവെർട്ടഡ്, ദെൻ ഡിമിനിഷ്. ചെറുതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്, 4 കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കണം. ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എഫ്, റിയൽ ആണ്, ഇൻവെർട്ടർ ആണ്, ഡിമിനിഷൻ ആണ്. ഇനി ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. അടുത്ത പടം വരയ്ക്കണം. ഈ കാണിക്കണം, സി കാണിക്കണം. ഇവിടെയാണ് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് കാണിക്കാം. പാരലൽ ബീം ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതിലൂടെ കടന്നു പോകും. ഒരു റേ സിയിലൂടെ കടന്നു വന്ന് ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ ആംഗ്ലോ ഇൻസിഡൻസ് 0 ആണ്, ആംഗ്ലോ റിഫ്ലക്ഷന് 0 ആണ്. അപ്പോൾ ഇത് അതേപടി റീട്രേസ് ചെയ്ത് പോകും, ഇങ്ങനെ പോകും. ഇവിടെ നമുക്ക് ഇമേജ് കാണിക്കും. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം? ഇമേജ് ഈസ് ഫോംഡ് ഒന്ന് between C and F, between C and F. 2 റിയൽ ആണ്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും. 3 ഇൻവെർട്ടർ ആണ്. 4 ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ സ്മോൾ ഇൻ സൈസ്, സ്മോൾ ഇൻ സൈസ്. ഇപ്പോൾ 2 കാര്യങ്ങളെന്ന് വരച്ചു. ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി കാണിച്ചു, ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി കാണിച്ചു. നമുക്ക് അടുത്തത് നോക്കാം. സി ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. എഫ് കാണിക്കുക, സി കാണിക്കുക, പി കാണിക്കുക. ഇവിടെയാണ് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ്, പാരലൽ ബീം ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹൈറ്റിൽ തന്നെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ റേ ഇങ്ങനെ കടത്തി വിട്ട് പോയേക്കാം. ഈ റേ ഇവിടെ വന്നിട്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇവിടെ ക്രോസ് ചെയ്തായിട്ട് കാണിച്ചു തരും. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇമേജ് എവിടെ തന്നെയാണ്? അപ്പോൾ നമുക്ക് എഴുതാം ഇമേജ് ഈസ് ഫോംഡ്
അറ്റ് എഫ് അറ്റ് സി സെൽഫ് 2. പിന്നെ എന്താ എഴുതാം? റിയൽ ആണ് 3. ഇൻവെർട്ടഡ് ആണ് 4. സെയിം സൈസ് ഡി. Object is placed between C and F. P കാണിക്കുക, C കാണിക്കുക, F കാണിക്കുക. ഇവിടെയാണ് ഇപ്പോൾ ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് കാണിക്കുക. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി ഫോക്കസ്. ഒരു റേ ഹോളിൽ വന്ന് വീണിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യും. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇമേജ് ഈസ് ഫോംഡ് between beyond C പിന്നെ എന്താ എഴുതാം? റിയൽ ആണ് 3. ഇൻവെർട്ടർ ആണ് 4. എല്ലാവരും സി ഡി ആയി. ഇനി ഇ എഴുതാം. Object is placed at F. E കാണിക്കുക, F കാണിക്കുക, C കാണിക്കുക. എഫിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് after reflection passes through the focus. ഈ റേയും ആഫ്റ്റർ റിഫ്ലക്ഷൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്ത് പോകും. അപ്പോൾ ഈ രണ്ട് റേയും പാരലായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഈ എഫ് എഴുതാം. ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതാണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. പി കാണിക്കാം, എഫ് കാണിക്കാം, സി കാണിക്കാം. ഇവിടെയാണ് ഓബ്ജക്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. A parallel beam of light after reflection passes through the focus. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. അത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്ത് ഇപ്പൊ ഡൈവേർജ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ലൈൻസ് ദീസ് റേ appears to diverge away from a point. ഇവിടെ നമുക്ക് ഇമേജ് കാണിക്കാം. ഇത് ഓബ്ജക്റ്റ് ആണ്. ഇത് അതിന്റെ വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ വെർച്വൽ ഇമേജ് നമ്മൾ ഡോട്ടഡ് ആയിട്ടേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്നാമത്തെ ഇമേജ് ഈസ് ഫോംഡ് വൺ ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ. പിന്നെന്താ എഴുതാം? 2 വെർച്വൽ ആണ്. 3 ഇറക്റ്റ് ആണ്, നേരെ കാണാം. ERECT ഇറക്റ്റ് ആണ്, നേരെ കാണാം. 4 പിന്നെ വലുതാണോ ചെറുതാണോ? എല്ലാവരും. അപ്പോൾ കോൺകേവ് മിററിന്റെ
ഇമേജ് ഫോർമേഷനാണ് നമ്മളിപ്പോൾ വരച്ച് നിർദ്ദേശിച്ചത്. അതിൽ കോൺകേവ് മിററിൻ്റെ പ്രത്യേകത റിയൽ ഇമേജും ഫോം ചെയ്യും, വെർച്വൽ ഇമേജും ഫോം ചെയ്യും. അപ്പോൾ വെർച്വൽ ഇമേജ് ഫോം ചെയ്യാവുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നിർദ്ദേശിച്ചത്. ഓബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ അത് മാത്രമാണ് നേരെ കാണുന്ന ഇമേജ്, ബാക്കിയെല്ലാം പലതിനെ കാണുന്നത്. ഇനി നമുക്ക് ബി എടുക്കാം. 2 കോൺവെക്സ് മിറർ. അപ്പോൾ നമ്മൾ കോൺവെക്സ് മിറർ വരച്ചു. പിന്നെ എന്തൊക്കെ കാണിക്കണം? പ്രിൻസിപ്പൽ ആക്സിസ് കാണിക്കണം, ഇ, അതിൻ്റെ എഫ് കാണിക്കണം, സി കാണിക്കണം. ഒരു റേസ് ഓഫ് ലൈറ്റ് ഇവിടെ വീണു. ആഫ്റ്റർ റിഫ്ലക്ഷൻ നമ്മൾ ഓബ്ജക്റ്റ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ് ബീം ഓഫ് ലൈറ്റ് ഇവിടെ വീണു. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് അപ്പിയേഴ്സ് ടു പാസസ് ത്രൂ ദി ഫോക്കസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് അപ്പിയേഴ്സ് ടു പാസസ് ത്രൂ ദി ഫോക്കസ്. ഡോട്ടഡായിട്ട് കാണിച്ചേക്കാം. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് പോകുന്നത് ഇങ്ങനെ കാണിക്കണം. സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റും. സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് പോകുന്നത് വന്ന് വീണ അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് കാണിക്കാം. ഇപ്പോൾ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയായിക്കോട്ടെ, ഇമേജ് എവിടെ ഫോം ചെയ്തിട്ടുള്ളൂ? ബിറ്റ്വീൻ പി ആൻഡ് എഫ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇമേജ് ഈസ് ഫോംഡ് 1 ബിറ്റ്വീൻ പി ആൻഡ് എഫ്. 2 വെർച്വൽ ആണ്. 3 ഇൻവെർട്ടഡ് ആണ്, ഇറക്റ്റ് ആണ്. 4 ഇത് ബിറ്റ്വീൻ പി ആൻഡ് എഫ്, വെർച്വൽ, ഇറക്റ്റ്. പിന്നെ ചെറുതാണോ വലുതാണോ? അപ്പോൾ നമുക്ക് എന്തിനാ സ്മോൾ ഇൻ സൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഇമേജ് ഫോർമേഷനകത്ത് വരുന്നത്. അപ്പോൾ കോൺകേവ് മിറർ എന്നുള്ളത് റിയൽ ഇമേജും ഫോം ചെയ്യും, വെർച്വൽ ഇമേജും ഫോം ചെയ്യും. കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യൂ. നെക്സ്റ്റ് we have to discuss about Cartesian sign convention. ഒപ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നമ്മൾ എപ്പോഴും റേസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ലെഫ്റ്റിൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നാണ് റേസ് ഓഫ് ലൈറ്റ് വരുന്നത്. ഒരിക്കലും റൈറ്റിൽ നിന്ന് നമ്മൾ കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ this first sign convention, we have to assume that the object is located on the left of the spherical mirror. Then rays of light are coming from the left to right. Second, all the distances are measured from the pole. എല്ലാ മെഷർമെൻറ്റും നമ്മൾ പോളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പോൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞ് ജോമെട്രിക് സെൻറ്ററാണ്. Rays of light, ആദ്യത്തെ assumption, rays of light are coming from the left to right. Second assumption, all the measurements are taken from the pole. Third, distances measured the direction of the incident light. Distances measured, the direction of the incident light is taken positive. Opposite direction is taken negative. Then focal length of convex mirror is taken positive. Focal length of concave mirror is taken negative. ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നെക്സ്റ്റ് we have to discuss mirror equation. Mirror equation or
മിറർ ഫോർമുല. ഇവിടെ നമ്മൾ കോൺകേവ് മിററാണ് എടുക്കുന്നത്. ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ വരയ്ക്കുന്ന ഡയഗ്രാം അല്ലാതെ വേറൊരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡെറിവേഷൻ നടക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്ക് പോകണം. എഫ് കാണിക്കുക, ഇവിടെ സി കാണിക്കുക. ഇനി റേസ് ഓഫ് ഒരു ഓബ്ജക്റ്റ് നമ്മളിവിടെ കാണിക്കുക. ആ ഓബ്ജക്റ്റിൽ നിന്നുള്ള ഒരു റേ ഓഫ് ലൈറ്റ് ഹോളിൽ വന്ന് വീണായിട്ട് കാണിക്കുക. ആഫ്റ്റർ റിഫ്ലക്ഷൻ വെച്ച് അത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെച്ച് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് പോകും. ഒരു റേ ഓഫ് ലൈറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കാണിക്കുക. ഇവിടെ വന്ന് വീണ് തിരിച്ച് അതേപടി റിഫ്ലക്ട് ചെയ്ത് പോകും. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റ് എ ബി എന്ന് കൊടുത്തേക്കാം. ഇമേജ് എ ഡാഷ് ബി ഡാഷ് എന്ന് കൊടുത്തേക്കാം. ഈ ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യണം, ശ്രദ്ധിക്കുക. ഈ ഡിസ്റ്റൻസ് യു ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ബി, ഈ ഡിസ്റ്റൻസ് എഫ്, ഈ ഡിസ്റ്റൻസ് ആർ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേക്കാം. ഇനി ഇവിടെ നമ്മൾ പോള് കേന്ദ്രമാക്കിക്കൊണ്ട് രണ്ട് ട്രയാങ്കിൾ എടുക്കുക. അതായത് ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ ഡാഷ് പി ബി ഡാഷ് ആർ സിമിലർ. Triangle APB and triangle A dash PB dash are similar. Similar triangles ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ സെയിം ആയിരിക്കും, സൈഡ്സിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എ ഡാഷ് ബി ഡാഷ് ഡിവൈഡ് ബൈ എ ബി ഈക്വൽ ടു പി എ ഡാഷ് ഡിവൈഡ് ബൈ പി. അപ്പോൾ പി കേന്ദ്രമാക്കിക്കൊണ്ട് രണ്ട് ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ എ പി ബിയും ട്രയാങ്കിൾ എ ഡാഷ് പി ബി ഡാഷ്. അപ്പോൾ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ എഴുതി. അതുപോലെ തന്നെ കൺസിഡർ ട്രയാങ്കിൾ എ സി ബി ആൻഡ് ട്രയാങ്കിൾ എ ഡാഷ് സി ബി ഡാഷ്, അതും സിമിലറാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? A dash B dash divided by AB is equal to C A dash divided by C A. C A dash എന്ന് വരാം PC minus P A dash എഴുതാം. C Aക്ക് വരാം PA minus PC എഴുതാം. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഒന്നും രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കാം. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ആണ്, അത് ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം റൈറ്റും ഈക്വൽ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം പി എ ഡാഷ് ബൈ പി എ ഈക്വൽ ടു പി സി മൈനസ് പി എ ഡാഷ് ഡിവൈഡ് ബൈ പി എ മൈനസ് പി സി. ക്ലിയർ ആയല്ലോ? അത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പി എ ഡാഷ്. പി എ ഡാഷ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ബി അല്ല മൈനസ് ബി ആണ്. കാരണം ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കണം, മൈനസ് ബി. ഇനി പി എ മൈനസ് യു. ഇനി പി സിക്ക് വരാം മൈനസ് ആർ. പി എ ഡാഷ് മൈനസ് ബി ഡിവൈഡ് ബൈ പി എക്ക് വരാം മൈനസ് യു കൊടുക്കാം, ഇത് മൈനസ് ആർ കൊടുക്കുക. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ മൈനസ് ക്യാൻസൽ ആയപ്പോൾ വി ബൈ യു എഴുതാം. ഇവിടെ പ്ലസ് വി മൈനസ് ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് യു. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി ആർ
മൈനസ് യു ബി ഇസ് ഈക്വൽ ടു യു ബി മൈനസ് യു ആർ. ഇത് ഈ ടേം നമുക്ക് ലെഫ്റ്റോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം യു ആർ പ്ലസ് ബി ആർ. യു ബി റൈറ്റിൽ വരുമ്പോൾ പ്ലസ് ആയി, ഇപ്പോൾ ടു യു ബി എടുക്കാം. ഡിവൈഡിങ് both sides by UVR. Dividing both sides by UVR. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം UR by UVR പ്ലസ് VR by UVR is equal to 2UV divided by UVR. So 1 by V plus 1 by U is equal to 2 by R. 1 by V plus 1 by U is equal to 1 by R by 2. So 1 by V plus 1 by U is equal to 1 by F. This is called mirror equation or mirror formula. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും വരെ നിന്ന് എഴുതി വരച്ച് ചില ഡയഗ്രാംസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വരച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫോർമുല മിറർ ഇക്വേഷൻ മിറർ ഫോർമുല 3 മാർക്കിൻ്റെ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും എഴുതി പഠിച്ചേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.